സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും എന്റതും മാത്രമായിപ്പോ ഇനിയിപ്പോ അതും പോവാണ്. ഞാന് മാത്രം എന്നോ സ്വാർത്ഥമായ താല്പര്യത്തിലേക്ക് വരുമ്പോൾ ഈ കുടുംബബന്ധം തന്നെ, കുടുംബബന്ധം ഇല്ലെങ്കിൽ പിന്നെ സമൂഹത്തിന് ആരോടാ ഉത്തരവാദിത്തം ഉണ്ടാകാന്ന് ചോദിക്കാനും പറയാനും ഒരാളുണ്ടാവോ? ഈ കുട്ടി ആരാ, എന്താ ചെയ്യുന്നത് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരവരെ പറക്കമുറ്റുന്നത് വരെ നിയന്ത്രിക്കാനില്ലാത്ത കാലമാണെങ്കിൽ, ഇന്നിപ്പോ നമ്മളെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോയപ്പം തന്നെ ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് തീരെ കുടുംബത്തിനൊരു ഉത്തരവാദിത്തമില്ലാതെ വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താകും? അതുകൊണ്ട് ഗൗരവമായി നമ്മൾ മാതാപിതാക്കളെ പരിചരിക്കണം. വല്യുമ്മ വല്യുപ്പമാർക്ക് വലിയ റോളുണ്ട് ഒരു കുടുംബത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണിച്ചു തരുന്നുണ്ട്. തങ്ങളേറ്റവും ഗൗരവമായി കാണുന്ന സമയമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംവദിക്കുന്ന സമയം. അഖ്റബു മാ യകൂനുൽ അബ്ദു ഇലല്ലാഹി വഹുവ സാജിദ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ബന്ധപ്പെടുന്ന സമയം അവൻ സുജൂദിലേർപ്പെടുന്ന സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ആ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിരടിയിലിരിക്കുന്നു. തങ്ങൾ എഴുന്നേൽക്കാതെ അവിടെ തന്നെ കിടന്നു കൊടുക്കുകയാണ്. സുജൂദിന് ഭംഗം വരുത്തുന്നില്ല, സുജൂദ് ദീർഘിപ്പിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാലും ആ മക്കൾക്ക് വേണ്ടി കുമ്പിട്ട് കിടന്നു കൊടുക്കുന്നു. ആനയായി കുതിരയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന വല്യുപ്പ ആ മക്കളോടൊന്നിച്ച് സമയം വിനിയോഗിക്കുന്നു. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുംബിക്കുന്നു. ഒരിക്കൽ അഖ്റ ഇബ്നു ഹാബിസ് എന്ന സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴുണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അഖ്റ ഇബ്നു ഹാബിസ് തങ്ങൾ വരുന്നത്. തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഇതുവരെ എന്റെ ഒരു മക്കളെയും ചുംബിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖ്റ ഇബ്നു ഹാബിസ് തങ്ങളോട് ചോദിച്ചു, നിന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു റഹ്മത്ത് എടുത്തൊഴിവാക്കിയതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? വേറൊരു റിവായത്തിൽ കാണാം, ഇന്നഹു മല്ലാ യർഹം ലാ യുർഹം. അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവർക്ക് ഇങ്ങോട്ടും സ്നേഹം കിട്ടൂല. വല്യുമ്മ വല്യുപ്പമാർക്ക് വലിയ റോളുകളുണ്ട്, മക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ചില ഉമ്മമാര് മനഃപൂർവ്വം വല്യുമ്മ വല്യുപ്പമാരെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ട് വല്യുമ്മ അങ്ങനെയാണെന്ന് പറയും, അവര് ശരിയില്ല എന്ന് പറയും. അവരും മക്കളെയും തമ്മിൽ അകറ്റുന്ന പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ മുതിർന്നവരോടും പ്രായം കൂടിയ വല്യുമ്മ വല്യുപ്പമാരോടുള്ള ആദരവ് സമൂഹത്തിൽ നിന്ന് എടുത്തൊഴിവാക്കപ്പെടുമ്പോ വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിന്റെ വേദനകൾക്ക് പുറമെ അവഗണനയുടെ വേദന കൂടി പ്രായമേറിയവകൾ അനുഭവിക്കേണ്ടി വരുന്നു. നമ്മുടെ കുടുംബത്തിലെ ബറക്കത്തൊഴിവാകാൻ അത് കാരണമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയതാണ്, കുടുംബമെന്നാൽ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളുമല്ല, എന്റെ ഉമ്മയും എന്റെ ഉപ്പയുമാണ് അതിന്റെ പ്രാഥമികമായ പരിഗണനയിൽ വരുന്നത്. രണ്ടാമത് നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ കുടുംബത്തിന്റെ ഭാഗമാകുന്നു. കുടുംബത്തിന്റെ 4 തൂണുകളാണുള്ളത്. അതിന്റെ ഒന്നാമത്തെ നെടുന്തൂണ് അത് ഉമ്മയും ഉപ്പയുമാണ്. രണ്ടാമത്തെ നെടുന്തൂണ് അത് നമ്മുടെ സഹോദരീ സഹോദരങ്ങളാണ്. നാളെ നമ്മോടുകൂടെ സ്വർഗത്തിൽ കടക്കേണ്ട, ഒരേ വയറ്റിൽ കിടന്നുകൊണ്ട് ഒരേ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വളർന്നു വന്ന, ലോകത്ത് വന്നിട്ട് വ്യത്യസ്തമായ ചെറിയ കാരണത്തിന് വേണ്ടി പരസ്പരം ഭിന്നിച്ച് വിഭജിച്ച് നിൽക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. എല്ലാ തലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഹോദര്യ ബന്ധത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേതാണ് ഭാര്യയും ഭർത്താവും വരുന്ന
മൂന്നാമത്തെ തൂണാണ്. നാലാമത്തതാണ് അൽ അഖ്രിബാ. ഇത് മാത്രമല്ല, നമ്മുടെ സമീപസ്ഥരായ മറ്റു കുടുംബങ്ങളുമുണ്ട്. എളാപ്പയും അമ്മാവനും അങ്ങനെ തുടങ്ങിയ നമ്മുടെ അഖ്രിബ എന്ന് പറയുന്ന നമ്മുടെ കുടുംബമാകുന്ന നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ബന്ധങ്ങളും അതെല്ലാം അടങ്ങുന്ന കുടുംബമാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ യൂറോപ്യൻസ് പറയുന്നത് പോലെ, അമേരിക്കക്കാരൻ പറയുന്നത് പോലെ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്ന സ്വാർത്ഥമായ താല്പര്യം വന്നപ്പോൾ നമ്മുടെ ഓരോ വീടുകൾക്കിടയിലും നമ്മൾ വലിയ വലിയ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. പരസ്പരം കാണുപോലും ചെയ്യൂല, മക്കളെന്നെ കാണില്ല. പണ്ടത്തെ കാലത്തൊക്കെ വാപ്പാര് ഗൾഫിൽ പോയാൽ 4 കൊല്ലം 5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വല്ലാതൊന്നും ആയില്ല, ഒരു 10-20 കൊല്ലം മുമ്പ് വരെ ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെ അല്ലേ. അന്ന് പോലും മക്കൾ വഴികേടിലാകാത്ത കോലത്തിൽ മക്കൾ ഇന്നിപ്പോ വഴിതെറ്റിപ്പോവാണ്. എന്താ കാരണം? മറ്റൊന്നല്ല, അന്ന് വാപ്പ 4 കൊല്ലം ഗൾഫിലാണെങ്കിലും ഈ മകനെ നോക്കാനുള്ള കൃത്യമായ ഉത്തരവാദിത്വം ഒന്നുകിൽ വല്ലിപ്പാക്കുണ്ടാവും, അല്ലെങ്കിൽ മൂത്താപ്പുണ്ടാവും, അല്ലെങ്കിൽ അമ്മാവനുണ്ടാവും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു കാരണവന്മാർക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള ഒരു ധൈര്യവും അധികാരമൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ഇന്നിപ്പോ മൂത്താപ്പ ചോദിക്കുകയാണ്, രാത്രി 12 മണിക്ക് അങ്ങാടിയിൽ നിൽക്കുന്ന ഒരാളോട് ഉപ്പയുടെ ജ്യേഷ്ഠനാകുന്ന മൂത്താപ്പ ഈ കുട്ടിനോട് ചോദിക്കുകയാണ്, മോനെ എന്താ 12 മണിയായില്ല, ഇവിടെ എന്താ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കുട്ടി ഉമ്മാനോട് പോയി പറഞ്ഞു കൊടുക്കും, ഉമ്മ മൂത്താപ്പ എന്നല്ല വെറുതെ രാത്രി എന്നോട് ചൂടായി. ഉമ്മ നേരെ ഉപ്പാനെ വിളിച്ചിട്ട് പറയും, എന്തിനാ, അല്ലെങ്കിൽ നമ്മളെ മോന്റെ കാര്യത്തിൽ മൂപ്പര് ഇടപെടണ്ട, മൂപ്പർക്ക് നമ്മളെ മോനോട് അസൂയാണ് എന്ന് പറയും. എന്നിട്ട് പിന്നെ വാപ്പ ആ മൂത്താപ്പാനെ വിളിച്ചിട്ട് പറയും, അല്ല ഓന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കണ്ട, ഓള് അതിന് ആവശ്യമുള്ള കാര്യത്തിലൊക്കെ നോക്കുന്നുണ്ട്. സ്വന്തം രക്തം പോലെ കരുതേണ്ടതാണ് ഈ മൂത്താപ്പ ഈ മകനെ. പഴയ കാലങ്ങളിൽ നമുക്കൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് പേടിയാ, അങ്ങാടിയിൽ രാത്രി ഒരു സമയമായാൽ നിൽക്കാൻ തന്നെ പേടിയാ. നമ്മളെ ഉറ്റവരും കുടുംബക്കാരൊന്നും വേണ്ട, അങ്ങാടിയിലുള്ള ആരെങ്കിലും ചെവിക്ക് കുന്നിക്ക് പിടിച്ച് വീട്ടിലേക്ക് പറഞ്ഞേക്കും. ഇന്നിപ്പോ അങ്ങനെ വേറൊരാള് ചെയ്താൽ അവനവന്റെ കുടുംബക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത നിലക്കുള്ള ഒരു അകൽച്ചയും ഒരു വിദൂരതയുമെല്ലാം കുടുംബത്തിനിടയിൽ മതിലുകൾ തീർത്തത് ഇങ്ങനെ ഇല്ലാതെയാക്കി പോയി. കുടുംബം എന്ന് പറയുന്നത് നമ്മളിലേക്ക് ഇങ്ങനെ പരിമിതപ്പെട്ടു. നമ്മൾ 2-3 ആൾക്കാർ. വലിയ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കൺസെപ്റ്റാണ്, ഒരാശയമാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരോടും എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. മക്കൾക്ക് ഞാനിപ്പോ മാതാപിതാക്കളോട് ഉത്തരവാദിത്തം പറഞ്ഞു. ചില മാതാപിതാക്കൾ മക്കളോട് ഉത്തരവാദിത്തമുണ്ട്, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. മാതാപിതാക്കൾ മക്കളോട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ പറയാണ്, പുതിയ കാലമല്ലേ, കുട്ടികളല്ല പറഞ്ഞത് കേൾക്കൂല, ആധുനിക കാലമല്ലേ, ബീറ്റ കാലമാണ്, ബീറ്റ ജനറേഷനാണ് ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് ബീറ്റ ജനറേഷൻ എന്നാ പറയാ. 2010 മുതൽ 2024 വരെ ജനിച്ച കുട്ടികൾക്ക് ആൽഫ ജനറേഷൻ എന്നാണ് പറയുന്നത്. എന്തത് വെറുതെ പറയണല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ആൽഫ ജനറേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്, ബീറ്റ ജനറേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ നല്ല ഉമ്മയും ബാപ്പയും അതുപോലെ നല്ല മക്കളുമെല്ലാം നമുക്കൊരു റഹ്മത്താണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ പല കോലത്തിലുണ്ടാവും. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വെറും ആർഭാടം അല്ല, സന്തോഷങ്ങൾ